നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു? നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളിലേക്ക് തിരികെ മടങ്ങി വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുന്നൊരു കാര്യം പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ്സും ടൈംലെസ്സുമാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോയുടെ അവസാനം ഒരു അഫർമേഷൻ പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷനാണ്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ അഫർമേഷൻ പറയുന്നത്, അങ്ങനെ മാത്രമേ, പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. നെഗറ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് ചിന്തയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ലൈഫിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാത്തതും. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടിരുന്ന് അഫർമേഷൻ പറയാൻ മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും ഏലസ് ഉപയോഗിച്ചവർക്കും ബ്രേസ്ലെറ്റ്സ് ഉപയോഗിച്ചവർക്കും എല്ലാം റിസൾട്ട് ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാവട്ടെ, കല്യാണം കഴിക്കാനിരിക്കുന്നവരാവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും അത് ഇവിടെ പരിഹരിച്ച് തരുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നം അതൊരു ബ്ലാക്ക് മാജിക്ക് മൂലമാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇവിടെ അതിനെല്ലാത്തിനും പരിഹാരമുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങളെല്ലാവരും വിഷമിക്കാതിരിക്കൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അതിനുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒക്കെ സോൾവ് ആവുന്നതാണ്. സമാധാനമായിട്ടിരിക്കുക. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമ ശിവായ. ആദ്യത്തെ തന്നെ വന്നിരിക്കുന്ന കാർഡ് 5 of Wands, ദ ഫൂൾ കാർഡ്, 3 of Cups, ദ ജഡ്ജ്മെൻറ്റ്, 10 of Swords, 7 of Swords, the Hanged Man, 4 of Swords, King of Cups, 6 of Cups, 10 of Pentacles, King of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്ന 7 of Wands ആണ്. നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം. ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, വലിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഈ തേർഡ് പേഴ്സണും തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് തമ്മിൽ മടുത്തു കഴിഞ്ഞു. രണ്ട് പേരുടെയും സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഈ ഒരു തേർഡ് പേഴ്സണിന് എന്തൊക്കെയാണോ ആവശ്യം, അത് ഫിസിക്കലി ആവട്ടെ സാമ്പത്തികമായിട്ട് എന്താണോ അതൊക്കെ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിലും സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു. അവർക്കിപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുള്ള വ്യക്തിയാണെങ്കിലും അവരെ കാണാൻ കൊള്ളാം, അവർക്ക് ഫിസിക്കലി നല്ല അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും അവർക്ക് എന്താണോ ആവശ്യം, ഈ ഒരു തേർഡ് പേഴ്സൺ എന്തായിരുന്നോ നിങ്ങളുടെ വ്യക്തിയുടെ മേൽ ആഗ്രഹമുണ്ടായിരുന്നത് അതൊക്കെ ഇപ്പോൾ മാക്സിമം ഈ ഒരു തേർഡ് പേഴ്സൺ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സണിന് ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി അവർക്ക് വേറൊരു ഓപ്ഷൻസ് ഉണ്ടാവുകയില്ല. നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞു വലിയ രീതിയിലൊരു വഴക്കുണ്ടാക്കിയിട്ടാണ്. അതായത് തേർഡ് പേഴ്സൺ അവർക്കൊരു
അവർക്ക് തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ അവർക്കൊരു ചാൻസ് കൊടുക്കും, അല്ലെങ്കിൽ തേർഡ് പേഴ്സണുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് സ്വപ്നം കണ്ടിട്ട് ആണ് നിങ്ങളുമായിട്ട് ഈ ഒരു നിങ്ങളുടെ വ്യക്തി റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് അവസാനിപ്പിച്ചിട്ട് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ഒരു ലിവിങ് ടുഗെദർ ആവട്ടെ, ഒരു ദാമ്പത്യ ജീവിതമാവട്ടെ, ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവരെന്താണോ തേർഡ് പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിച്ചത് അതായിരുന്നില്ല തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തത്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ അതായത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. നിങ്ങളുടെ വ്യക്തിയെ പലപ്പോഴും തനിച്ചാക്കി മറ്റാർക്കൊക്കെയോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ കാണാൻ സാധിക്കുന്നത്. തേർഡ് പേഴ്സൺ എപ്പോഴും ആവശ്യം ഒരു ലക്ഷറി ലൈഫായിരുന്നു. അവർക്ക് മറ്റ് പുരുഷന്മാരാവട്ടെ മറ്റ് സ്ത്രീകളുമാവട്ടെ അവർക്ക് ഒരുപാട് മറ്റ് ബന്ധങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കർമ്മയാണ് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്താണോ നിങ്ങളുടെ വ്യക്തി കാണിച്ചത് അതിൻ്റെ അപ്പുറമായിട്ടുള്ളൊരു കർമ്മ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല നിങ്ങളുടെ വ്യക്തിക്ക് വരാനിരിക്കുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ശരിക്കും ചതിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം കൂടെ തകർന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മെൻ്റലി ആവട്ടെ ഫിസിക്കലി ആവട്ടെ. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഡിപ്രഷന് മെഡിസിൻ കഴിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ, കംപ്ലീറ്റ്ലി ഒരു അല്ലെങ്കിൽ ഭ്രാന്തി ആകാൻ പോവുകയാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് വിശ്വാസവഞ്ചനയാണ് നിങ്ങളുടെ വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എന്താണോ നിങ്ങളുടെ വ്യക്തി കാണിച്ചത്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നിങ്ങളിൽ നിന്നും അതായത് നിങ്ങളുടെ അടുത്ത് സത്യസന്ധത കാണിക്കുന്നത് പോലെ അഭിനയിച്ച് നിങ്ങളിൽ നിന്നുള്ള ബെനിഫിറ്റ് അവരെന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം അവർക്ക് നേടുകയും തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കുകയും ചെയ്തൊരു ക്യാരക്ടറാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷേ നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണോ നിങ്ങളെ ചീറ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒട്ടും വേണ്ടാത്ത ഒന്ന് വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊരു നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ ഇത്രയൊക്കെ സ്നേഹിച്ചതല്ലേ നിങ്ങളുടെ വ്യക്തിയെ? അവരിൽ നിന്ന് അവർ നിങ്ങളെക്കുറിച്ചെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവർക്ക് കൊടുത്ത സപ്പോർട്ടാവട്ടെ, ഫിനാൻഷ്യൽ സപ്പോർട്ടാവട്ടെ, സ്നേഹമാകട്ടെ, സമയമാകട്ടെ, കെയറിങ് ആവട്ടെ, ഇതിനൊക്കെ നിങ്ങൾ പകരം ആഗ്രഹിച്ചത് അവരുടെ ഒരു നന്ദി പോലുമല്ല. അവരിൽ നിന്ന് നിങ്ങൾക്കൊരു സ്നേഹം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ശരിക്കും ചീറ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയൊക്കെ കൊടുത്തിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ല. പക്ഷേ ഇപ്പോഴെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാകാം. ഇവിടെ കാണിക്കുന്ന നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ ആ നിങ്ങളുടെ വ്യക്തിയോട് കാണിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, സ്നേഹം, ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ചു തരാൻ സാധിച്ചില്ല. അപ്പോൾ ആ ഒരു കുറ്റബോധം നിങ്ങളുടെ വ്യക്തിയെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് നിങ്ങളുടെ കല്യാണം കഴിച്ച ആ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കൂടുതലായിട്ടും. നിങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയും നിങ്ങളുടെ വൈഫാവട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവട്ടെ അവർക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ ഒരു ഫാമിലി ലൈഫിനോട്. കാരണം അവർ എന്തൊക്കെയോ സ്വപ്നം കണ്ട് എന്തൊക്കെയോ ഒരു
ഒരു മായാലോകത്തായിരുന്നു ജീവിച്ചത്. കഷ്ടപ്പാട് അനുഭവിക്കാൻ വയ്യ, അല്ലെങ്കിൽ കിട്ടിയ സൗകര്യങ്ങളൊന്നും പോരാ, അവർക്ക് എന്തൊക്കെയോ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ലൈഫിലേക്ക് വരുന്നതും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തുകൊണ്ട് പോയതും. ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണിന് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോലും തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരുടെ മനസ്സിലുള്ള വികാരങ്ങളെ ഒരു സുഹൃത്തിനോട് പോലും പങ്കുവയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്കപ്പോഴും ഒന്ന് മരിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. പക്ഷെ അതിന് പോലും അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ശരിക്കും സ്റ്റക്കായിട്ടുള്ള, കംപ്ലീറ്റ്ലി തകർന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ സഹായം ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ആവശ്യമുണ്ട് എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും വളരെ ക്ഷീണിച്ച ഒരവസ്ഥയാണ്. അവർക്ക് ശരിക്കും ഒരു റെസ്റ്റാണ് വേണ്ടത്. അവർക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു ഉറക്കം പോലും കിട്ടുന്നില്ല. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ടോർച്ചർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ശാരീരികമായിട്ട് പോലും ഉപദ്രവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലും നിങ്ങളുടെ വ്യക്തി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം അവരുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് ഇവർക്ക് എന്താണോ അനുഭവപ്പെട്ടത് അതല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഒരു പിശാചായി മാറിയിരിക്കുകയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് നിങ്ങളുടെ വ്യക്തി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വ്യക്തിയെ കാണുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിനി അവരെ ലൈഫിലേക്ക് സ്വീകരിക്കുമോ? നിങ്ങളെ ഇനി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ തീരെ മോശക്കാരൻ അല്ലെങ്കിൽ ഒരു മോശക്കാരിയായിട്ട് നിങ്ങൾ ചിന്തിക്കുമോ? കാരണം നിങ്ങളെ ഉപേക്ഷിച്ച് പോയി. ഇപ്പോൾ ആ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും തേർഡ് പേഴ്സൺ ഉപേക്ഷിച്ചപ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റി വളരെ മോശമായിട്ട് ചിന്തിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ അവരായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തീരെ നിവർത്തിയില്ലാത്ത അവസ്ഥ. ഒന്ന് മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് നിക്കക്കള്ളില്ലാത്തൊരവസ്ഥ ആവുമ്പോഴായിരിക്കും നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യുന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് തികച്ചും റീയൂണിയൻ സംഭവിക്കുമോ എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരികളുണ്ട്, എന്തൊക്കെയല്ല നല്ല രീതിയിൽ ശരികളുണ്ട്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ വ്യക്തി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണോ വേണ്ടായോ? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിച്ച് എന്നുള്ള കാര്യം അത് നിങ്ങൾക്ക് മാത്രമാണ് അറിയാവുന്നത്. ഒരു സെക്കൻഡ് ചാൻസ് ആ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇനിയും ചതിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളപ്പോൾ രണ്ടാമതൊന്ന് ശരിക്കും ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളല്ലാതെ വേറൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളോട് സംസാരിക്കും. ഒരു രണ്ടാമത്തെ ഒരു അവസരം നിങ്ങളുടെ അടുത്ത് ചോദിക്കും. നിങ്ങൾ തീരുമാനിക്കുക. ആ വ്യക്തിക്ക് ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ ലൈഫിൽ കൊടുക്കണോ വേണ്ടായോ? കാരണം ആ വ്യക്തി അഥവാ നിങ്ങളെ ഇനി ചതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ചതി നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. നിങ്ങളെ ശരിക്കും ട്രാപ്പ് ചെയ്തിട്ടുള്ള ഒരു ചതിവായിരിക്കും ഈ ഒരു നിങ്ങളുടെ വ്യക്തി ചതിക്കുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരിക്കൽ ചതിച്ച ആ വ്യക്തിയെ ഇനി വിശ്വസിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ എല്ലാം നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾ എന്താണോ
തീരുമാനം എടുക്കുന്നത്. അതായിരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്തൊക്കെയോ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. വലിയ എന്തോ ഒരു സന്തോഷം നിങ്ങളുടെ വ്യക്തിക്ക് ജീവിതത്തിൽ വരും, അല്ലെങ്കിൽ അവർ എടുക്കുന്നതിൽ ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി എന്നുള്ളത്. അങ്ങനെ വളരെ വളരെ വിദഗ്ധമായിട്ടാണ് നിങ്ങളെ ഈ ഒരു നിങ്ങളുടെ വ്യക്തി ചീറ്റ് ചെയ്തത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിനെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ മേ ബി നിങ്ങളുടെ ഒരു സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാവാം. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു തേർഡ് പേഴ്സൺ. ഇനിയും നിങ്ങളുമായിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ കണ്ടുമുട്ടാം. തേർഡ് പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളൊരു സെക്കൻഡ് ചാൻസ് കൊടുത്താലും ഒരിക്കലും ഈ ഒരു തേർഡ് പേഴ്സണിനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സുഹൃത്താണെങ്കിലോ, നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആണെങ്കിലോ, നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ, ഈ ഒരു തേർഡ് പേഴ്സണിനെ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു, അതായത് നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരിക്കലും നിൽക്കാൻ അനുവദിക്കരുത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. നിൽക്കാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ ലൈഫ് കൊണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ശരിക്കും ഒരു ഗെയിം തന്നെ കളിക്കും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടി നിങ്ങളുടെ അരികിൽ എത്തുന്നതായിരിക്കും. അവർക്ക് ഇനി ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണോ വേണ്ടായോ എന്നുള്ളത് അത് നിങ്ങളുടെ തീരുമാനം മാത്രമാണ്. ഇനി നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തേർഡ് പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. അത് ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിലിരുന്നിട്ട് ചൊല്ലുക. അത്രയ്ക്ക് പവർഫുൾ അഫർമേഷനാണ്, വെറും വാക്കല്ല. എപ്പോഴും പോസിറ്റീവ് ചിന്തയോടുകൂടി മാത്രം ഇരുന്നിട്ട് ഈ ഒരു അഫർമേഷൻ ചൊല്ലുക. അഫർമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും എന്നും എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യവും എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ. അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ ആദ്യം നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ എത്രത്തോളമാണോ സ്നേഹിക്കുന്നത് എന്നാൽ മാത്രമേ മറ്റൊരാളുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആദ്യം ഒരു വിശ്വാസം, ഒരു സ്നേഹം കൊടുക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുക. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങളുടെ വ്യക്തിയുടെ പേര് പറയുക. നിങ്ങൾക്കിപ്പോൾ മാനിഫെസ്റ്റേഷനോ അഫർമേഷനോ സ്പെൽ വർക്കോ റിച്വൽസോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത്രത്തോളം പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവാവട്ടെ, നിങ്ങളുടെ ഭാര്യ ആവട്ടെ, നിങ്ങളിൽ നിന്ന് മാറി മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയിരിക്കുകയാണ് അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഭാര്യ ആവട്ടെ, ഭർത്താവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആവട്ടെ, നിങ്ങളെക്കുറിച്ചിട്ടല്ലാതെ മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പൂജകളും ആണെങ്കിലും, ഏലസാണെങ്കിലും, യന്ത്രങ്ങളാണെങ്കിലും, ബ്രേസ്ലെറ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ വശീകരിച്ചെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കൈവശം കൊടുത്ത് വശീകരിച്ചതാണ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അതായത് ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ആണെങ്കിലും വശീകരണത്തിൻ്റെ ആണെങ്കിലും ആ ഒരു കൈവശത്തിൻ്റെ ആണെങ്കിലും എഫക്റ്റ് ഒക്കെ മാറി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരം ഇവിടെ ഞാൻ ചെയ്തു തരുന്നതാണ്. നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ, കൃത്യമായി റീഡിംഗ് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കതിന് പരിഹാരം പറഞ്ഞു തരുന്നതാണ്. റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ, കൃത്യമായി പരിഹാരം പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ആ ഒരു റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്കും തന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എനിക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്നതുമാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആവട്ടെ, കുടുംബജീവിതത്തിലെ കലഹങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റൊരു വ്യക്തി ലൈഫിൻ്റെ ഇടയിൽ കയറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ബ്ലാക്ക് മാജിക്, കൈവശം, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതിനെല്ലാം ഇവിടെ കൃത്യമായിട്ടുള്ള പരിഹാരമുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായിട്ട് കണ്ടു തന്നെ നിങ്ങൾക്ക് പരിഹാരം ചെയ്തു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അഥവാ മറ്റൊരു വ്യക്തി കയറി നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് അവരിപ്പോൾ വിജയിച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു താൽക്കാലിക വിജയം മാത്രമാണ്. നിങ്ങൾക്കായിരിക്കും അവസാനം വിജയം കൈവരുന്നത്. സമാധാനമായിട്ടിരിക്കുക. വളരെ ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.